ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നടന്ന പിയൂൺ അറ്റൻഡർ വാച്ച്മാൻ ആയ പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കണം. അപ്പോൾ നമുക്ക് ആൻസർ കീയിലോട്ട് കിടക്കാം. ഇന്ന് നടന്ന പരീക്ഷയാണ് പിയൂൺ അറ്റൻഡർ വാച്ച്മാൻ ആയ പരീക്ഷയുടെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കാം എന്താണെന്ന്. ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഓപ്ഷൻ സി ആണ്, ദാദാഭായ് നവറോജിയാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഒന്നിൻ്റെ ആൻസർ ഓപ്ഷൻ സി, ദാദാഭായ് നവറോജി. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച മൗലിക അവകാശം ഏതാണെന്നാണ്. അപ്പോൾ അതിൻ്റെ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അതിൽ ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശമാണ് ആൻസർ ആയിട്ട് വരുന്നത്. രണ്ടിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. മൂന്നാമത്തെ ചോദ്യം നോക്കാം. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചതാരാണ്? ആൻസർ ഓപ്ഷൻ ബി, പണ്ഡിത രമാബായി ആണ്. ഓപ്ഷൻ ബി, പണ്ഡിത രമാബായി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നാലാമത്തെ ചോദ്യം, ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക അവകാശങ്ങളിൽ കൂട്ടിച്ചേർക്കുകയും ഒഴിവാക്കപ്പെടുകയും ചെയ്ത അവകാശങ്ങൾ ഏതാണെന്നാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, വിദ്യാഭ്യാസത്തിനും സ്വത്തിനും ഉള്ള അവകാശമാണ്. അഞ്ചാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന സൂചനകൾ ഏത് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സൂചനകൾ ഏതൊക്കെയാണ്? 1885 ബോംബെയിൽ ആദ്യ സമ്മേളനം, അതുപോലെ തന്നെ ആദ്യത്തെ അധ്യക്ഷൻ WC ബാനർജി, ജാതി മത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ദേശീയബോധം വളർത്തുക, അതുപോലെ തന്നെ മിതവാദികൾ, തീവ്രവാദികൾ എന്നിങ്ങനെ രണ്ട് ചിന്താധാരകൾ ഉടലെടുത്തു. അപ്പോൾ ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, കോൺഗ്രസ് ആണെന്ന്. അപ്പോൾ ഏതാണ്? അഞ്ചിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ആറാമത്തെ ചോദ്യം, ഭരണഘടനാ ദിനം ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി, നവംബർ 26 എല്ലാവർക്കും കിട്ടിക്കാണും. ഏഴാമത്തെ ചോദ്യം, ഏത് ഭരണഘടനാ ഭേദഗതിയെയാണ് ചെറു ഭരണഘടന എന്ന് വിളിക്കുന്നത്? ആൻസർ ഏതാണ്? ഓപ്ഷൻ സി, 42ാം ഭേദഗതിയാണ്. ഓപ്ഷൻ സി ആണ്, 42ാം ഭേദഗതിയാണ്. എട്ടാമത്തെ ചോദ്യം, ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഏതാണ്? ഓപ്ഷൻ എ, രാജാറാം മോഹൻ റോയ്. 9, ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പൂർണ്ണമായും നിർത്തിവെക്കാൻ കാരണമായ സംഭവം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ചൗരി ചൗര സംഭവം. ചൗരി ചൗര സംഭവം. 10, ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്, പാർലമെന്റിനാണ് അധികാരമുള്ളത്. 11, വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, 1925. 12, ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ക്ഷേത്രപ്രവേശന വിളംബരം. 13, തിരുവിതാംകൂറിൽ വില്ലുവണ്ടി യാത്ര നടത്തി ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവാരാണ്? നമുക്ക് എല്ലാവർക്കും കിട്ടിക്കാണും. ഓപ്ഷൻ സി ആണ്. ഇത് അയ്യങ്കാളിയാണ് ആൻസർ ആയിട്ട് വരുന്നത്. ആൻസർ ഏതാണ്? ഓപ്ഷൻ സി, അയ്യങ്കാളി കേട്ടോ. 14, വൈക്കം സത്യാഗ്രഹത്തിനോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന് സവർണ ജാഥ നടത്തിയ നവോത്ഥാന നായകനാരാണ്? ആൻസർ ഓപ്ഷൻ സി, മന്നത്ത് പത്മനാഭനാണ്. 15, വരിക വരിക സഹചരെ സഹന സമരമായി ഈ സമരഗാനം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഉപ്പ് സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 16, കറണ്ട് അഫെയർ ആണ്. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിനായി മികച്ച മലയാള സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ട ഏതാണ്? 71ാം ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ നമ്മൾ ഇന്നലെ പറഞ്ഞാണ്. ഓപ്ഷൻ ഡി, ഉള്ളൊഴുക്കാണ് ചിത്രം കേട്ടോ. ക്രിസ്റ്റോ ടോമി ഡയറക്ട് ചെയ്ത ഓപ്ഷൻ ഡി, ഉള്ളൊഴുക്കാണ് ആൻസർ ആയിട്ട് വരുന്നത്. 17ാമത്തെ ചോദ്യം, 2025 ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടിയതാരാണ്? ആൻസർ ഓപ്ഷൻ സി, ദിവ്യ ദേശ്മുഖ് ആണ്. നമ്മുടെ ക്ലാസ്സുകൾ ശ്രദ്ധിക്കുന്ന കൂട്ടുകാർക്കെല്ലാം ഇത് പെട്ടെന്ന് കിട്ടിക്കാണും. കറണ്ട് അഫെയർ പാർട്ട് നമ്മൾ പഠിപ്പിച്ച കറണ്ട് അഫെയർ ചോദ്യങ്ങളാണ് മുഴുവൻ ഇന്നത്തെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ പ്ലേലിസ്റ്റിൽ ക്ലാസ്സസ് കാണുന്ന കൂട്ടുകാർക്കെല്ലാം കിട്ടിക്കാണും. 18ാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി നിർണയിച്ച കമ്മീഷന്റെ തലവനാരാണ്? ആൻസർ ഓപ്ഷൻ ഡി, സർ സിറിൽ റാഡ്ക്ലിഫ് ആണ്. 19, ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം വഴി ഇന്ത്യ യൂണിയൻ കെട്ടിപ്പടുത്തുവാൻ സംഭാവന നൽകിയ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, സർദാർ വല്ലഭായ് പട്ടേലാണ്. 20, പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ സേന നടത്തിയ സൈനിക നടപടിയുടെ പേരെന്താണ്? എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓപ്ഷൻ ഡി, ഓപ്പറേഷൻ സിന്ദൂർ ആണ്. 21, 2025 ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ജേതാക്കളായ രാജ്യം ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓപ്ഷൻ എ, നമ്മുടെ ഇന്ത്യയാണ് ആൻസർ ആയിട്ട് വരുന്നത്. 22, ഫിലായ് ഇരുമ്പുരുക്ക് വ്യവസായശാലയുടെ നിർമ്മാണത്തിന് സഹായിച്ച വിദേശ രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, സോവിയറ്റ് യൂണിയൻ ആണ്.
23 സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ആരായിരുന്നു? ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. 24 ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ്? ആൻസർ ഓപ്ഷൻ എ, ഡോക്ടർ BR അംബേദ്കർ. 25 ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഉത്തര മഹാസമതലമാണ്. 26 തമിഴ്നാട് തീരത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഏത് മൺസൂണിൽ നിന്നാണ്? ആൻസർ ഓപ്ഷൻ ബി, വടക്ക് കിഴക്കൻ മൺസൂൺ ആണ്. 27ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ മാനക രേഖാംശം എത്രയാണെന്നാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, 86 ഡിഗ്രി 30 മിനിറ്റ് ആണ്. 28 ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ റോക്ക് മ്യൂസിയം എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? ഓപ്ഷൻ എ ആണ് ആൻസർ ഓപ്ഷൻ എ, ഹൈദരാബാദാണ്. 29 പശ്ചിമഘട്ടം പൂർവ്വഘട്ടം സന്ധിക്കുന്ന പ്രദേശം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, നീലഗിരി കുന്നുകളാണ്. 30 യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ 2022 ഇന്ത്യ നാമനിർദ്ദേശം ചെയ്ത നൃത്തരൂപം ഗർഫ ഏത് സംസ്ഥാനത്തിൽ നിന്നാണ്? ആൻസർ ഓപ്ഷൻ സി, ഗുജറാത്താണ്. 31 ഇന്ത്യയിൽ ആദ്യത്തെ സോളാർ വിൻഡ് ഇൻവേർട്ടർ ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ വിൻഡ് ഇൻവെർട്ടർ പവർ ഹൗസ് നിലവിൽ വന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ എ, നെടുങ്കണ്ടത്താണ്. 32 കേരളത്തിലെ മനുഷ്യനിർമ്മിത തടാകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, മാനാഞ്ചിറ തടാകമാണ്. 33 ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, വടക്ക് കിഴക്കൻ മൺസൂൺ ആണ്. 34 പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, NH 544 ആണ്. 35 കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, വയനാട് പീഠഭൂമിയാണ്. 36 തന്നിരിക്കുന്നവയിൽ നിന്നും പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി കണ്ടെത്തുമെന്നാണ്. ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി, പെരിയാറാണ്. 37 ഇന്ത്യയിലെ ആദ്യ ലിറ്ററേറ്റ് ജില്ലയെ നമ്മൾ പറഞ്ഞാണ്, ക്ലാസ്സുകളിൽ പറഞ്ഞാണ്, ഇന്ത്യയിലെ ആദ്യ ലിറ്ററേറ്റ് ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, മലപ്പുറമാണ്. 38 കേരളത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി മുണ്ടക്കയത്ത് ആരംഭിച്ചതാരാണ്? ആൻസർ ഓപ്ഷൻ സി, ജോൺ ജോസഫ് മർഫിയാണ്. 39 കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, മംഗളവനമാണ്. എറണാകുളം ജില്ലയിലെ മംഗളവനമാണ്. 40 ലിംഗാനുപാതം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, ഇടുക്കിയാണ്. 41 കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളാണ്. 42 തീരദേശം ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, കണ്ണൂരാണ്. 43 കേരളത്തിൽ ഹെൽത്ത് ATM ആദ്യമായി നിലവിൽ വന്നത് ഏത് ജില്ലയിലാണ്? ആൻസർ ഓപ്ഷൻ ഡി, എറണാകുളമാണ്. കേരളത്തിൽ ഹെൽത്ത് ATM ആദ്യമായി നിലവിൽ വന്നത് എവിടെയാണ്? എറണാകുളം ജില്ലയിലാണ്. 44 മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുവാനുള്ള ഇന്ത്യയുടെ ദൗത്യത്തിൻ്റെ പേരെന്താണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ ഓപ്ഷൻ ബി, ഗഗൻയാനാണ്. 45 ഏത് മഹാരാജാവിൻ്റെ ഭരണകാലയളവിലാണ് തിരുവിതാംകൂറിൽ ആദ്യത്തെ ഗ്രന്ഥശാല സ്ഥാപിച്ചത്? ആൻസർ ഓപ്ഷൻ എ, സ്വാതി തിരുനാൾ മഹാരാജാവ്. 46 സോവിയറ്റ് യൂണിയൻ്റെ സാമ്പത്തിക സാങ്കേതിക സഹായത്താൽ നിർമ്മിച്ച ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ ഏതൊക്കെയാണ്? ഫിലായും അതുപോലെ തന്നെ ബൊക്കാറോവുമാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്, 2ഉം 4ഉം മാത്രമാണ്. 47ാമത്തെ ചോദ്യം, ആരെല്ലാമായിരുന്നു 1953 കേന്ദ്ര സർക്കാർ നിയോഗിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ? ആരൊക്കെയാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഫസൽ അലി, സർദാർ KM പണിക്കർ, HN കുൻസ്രു ആണ്. 48 സന്തോഷ് ട്രോഫി കായിക മത്സരവുമായി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഏതാണ്? ഓപ്ഷൻ എ, ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 49 ആർക്കാണ് 2025 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം പുരസ്കാരം ലഭിച്ചത്? ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, മറിയ കൊറീനയാണ് കേട്ടോ. നമ്മളിത് പഠിച്ചെടുത്തില്ല. അതുപോലെ തന്നെ 50ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ആരാണ്? ആൻസർ ഓപ്ഷൻ സി, CP രാധാകൃഷ്ണനാണ്. 51 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച മലയാളികൾ ആരൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി, മോഹൻലാലും അതുപോലെ തന്നെ ആരാണ്? അടൂർ ഗോപാലകൃഷ്ണനുമാണ്. 52 2028 ഒളിമ്പിക്സ് വേദി എവിടെയാണ്? ആൻസർ ഓപ്ഷൻ എ, ലോസ് ഏഞ്ചൽസ് ആണ്. 53 തന്നിരിക്കുന്നവയിൽ ഹരിതഗ്രഹ വാതകം ഏതെന്നാണ് വെച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, മീഥെയ്ൻ. 54 ക്ഷീണിതനും വിളറിയ മുഖത്തോടു കൂടി കാണപ്പെട്ട രാജുവിൻ്റെ രക്തപരിശോധനയിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറഞ്ഞതായി കാണപ്പെട്ടു. താഴെ പറയുന്നവയിൽ ഏത് ഭക്ഷണക്രമമായിരിക്കും രാജുവിന് അനുയോജ്യമായത്? ആൻസർ ഓപ്ഷൻ സി, ഇരുമ്പ് അടങ്ങിയ ഇലക്കറികളാണ്. 55 പയറിൻ്റെ സങ്കര ഇനങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. ശരിയായ ജോഡി ഏതെന്നാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ജ്യോതിക ഭാഗ്യലക്ഷ്മിയാണ്. 56 പ്രസ്താവനയും കാരണവും തന്നിട്ടുണ്ട്. ശരിയോ തെറ്റോ എന്ന് കണ്ടുപിടിക്കാനാണ്. പ്രസ്താവന എന്ന് പറയുന്നത് ഇടത് വെൻട്രിക്കിളിൻ്റെ ഭിത്തിക്ക് വലത് വെൻട്രിക്കിളിനേക്കാൾ കട്ടി കൂടുതലാണ്.
പ്രസ്താവന ശരിയാണ്. അതുപോലെ തന്നെ കാരണം എന്താണെന്ന് നോക്കാം. ഇടത് വെൻട്രിക്കിളിൻ്റെ ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രക്തം സ്വീകരിക്കുന്നു, അത് തെറ്റാണ് കേട്ടോ. അപ്പം ആൻസർ 56ന് ആൻസർ ഓപ്ഷൻ ഡി ആണ്. പ്രസ്താവന ശരിയാണ്, എന്നാൽ കാരണം തെറ്റാണ്. 57ാമത്തെ ചോദ്യം, സാമൂഹിക വനവൽക്കരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഇതിനകത്ത് ശരിയായിട്ടുള്ള പ്രസ്താവന സുസ്ഥിര വന പരിപാലനത്തിലൂടെ പ്രാദേശിക ഉപജീവനത്തെ മെച്ചപ്പെടുത്തുക, അത് ശരിയാണ്. അതുപോലെ തന്നെ വനസംരക്ഷണത്തിൽ സമൂഹത്തിൻ്റെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക. അപ്പോൾ ഇതിന് ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. പ്രസ്താവന 2, 3 എന്നിവയാണ് ശരിയായിട്ടുള്ളത്. 58, ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനായതാരാണ്? 52ാമതാണ്, തെറ്റിപ്പോല. 52ാമത് ചീഫ് ജസ്റ്റിസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ സി BR ഗവായി ആണ് കേട്ടോ. 59 കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ പരിശോധനകൾ നടത്തി വിവിധ അർബുദങ്ങളെക്കുറിച്ചുള്ള പ്രാരംഭ കണ്ടെത്തലിനും അവബോധത്തിനും പ്രാധാന്യം നൽകുന്ന പ്രചാരണ പരിപാടി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആരോഗ്യം ആനന്ദം. ശരിയായ പ്രസ്താവന ഏതെന്നാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. കടൽക്കാറ്റ് പകൽ സമയത്ത് വീശുന്നു. 61 ആവർത്തന പ്രതിപതനം ഉപയോഗപ്പെടുത്തുന്ന ഉപകരണം ഏതെന്നാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? കാലിഡോസ്കോപ്പും ഉണ്ട്, അതുപോലെ തന്നെ പെരിസ്കോപ്പും ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്, ഇവ രണ്ടും. 62 കലാമിൻ എന്നത് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ആൻസർ ഓപ്ഷൻ ബി സിങ്കിൻ്റെ അയിരാണ്. 63 ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം, ആൻസർ ഓപ്ഷൻ എ അക്വാസ്റ്റിക്സ് ആണ്. 64 ഹൈഡ്രജൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ജലം ഉൽപ്പാദിപ്പിക്കുന്നത്. 65 ഇന്ത്യയിലെ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി തമിഴ്നാടാണ്. 66 ദക്ഷിണേന്ത്യയിലെ ആദ്യ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി വിഴിഞ്ഞമാണ്. 67 ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ശൈലിയാണ്. 68 താഴെ തന്നിരിക്കുന്ന രോഗലക്ഷണങ്ങൾ ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് കണ്ടെത്തുക. എന്തൊക്കെയാണ്? ശരീരഭാരം പെട്ടെന്ന് കുറയുക, ദുർബലമായ രോഗപ്രതിരോധം, ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറയുക, വിട്ടുമാറാത്ത ക്ഷീണം. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, എയ്ഡ്സ് ആണ് കേട്ടോ. 69 താഴെ തന്നിരിക്കുന്ന പട്ടികയിൽ ശരിയായ ജോഡി ചേർത്തിരിക്കുന്നവ ഏതൊക്കെയാണ്? ഇതിനകത്ത് ശരിയായ ജോഡി ആഗ്നേയ ഗ്രന്ഥി ഇൻസുലിൻ ശരിയായിട്ടുള്ള ജോഡിയാണ്. അതുപോലെ തന്നെ പൈനിയൽ ഗ്രന്ഥി മെലാറ്റോണിൻ ശരിയായിട്ടുള്ളതാണ്. അപ്പോൾ 1ഉം 4ഉം ജോഡികൾ തെറ്റാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. 70ാമത്തെ ചോദ്യം, ആർദ്രം ആരോഗ്യക്ഷേമ പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ കണ്ടെത്തും. ഇതിനകത്ത് ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നത് സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുക എന്നുള്ള അതൊരു ലക്ഷ്യമാണ്. അതുപോലെ തന്നെ സർക്കാർ ആശുപത്രിയിൽ രോഗി സൗഹൃദ പരിചരണം ഉറപ്പാക്കുക എന്നൊക്കെയാണ് ആർദ്രത്തിൻ്റെ ലക്ഷ്യമായിട്ട് വരുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉമാണ്. 71 താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ ജോഡി കണ്ടെത്തുന്നതാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. വിറ്റാമിൻ B3 പെല്ലഗ്രയാണ്. 72 സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാൻ ഉദ്ദേശിച്ച് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി വയോ അമൃതമാണ്. 73 എംഫീസീമ എന്ന രോഗം ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ ശ്വാസകോശത്തെയാണ് ബാധിക്കുന്നത്. 74 സ്നേഹക്കൂട് എന്ന കേരള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ഏത് വിഭാഗത്തിൽപ്പെട്ടവരെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ചികിത്സിച്ച് സുഖം പ്രാപിച്ചവർ. 75 താഴെ തന്നിരിക്കുന്നവയിൽ വായു വഴി പകരാത്ത രോഗം കണ്ടെത്തുമെന്നാണ്. ആൻസർ ഓപ്ഷൻ എ പോളിയോ ആണ്. 76 താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ പ്രസ്താവന 1 എന്ന് പറഞ്ഞാൽ ചെറുകുടലിൽ കാണുന്ന വിരലുകൾ പോലുള്ള വളർച്ചകളാണ് വില്ലസുകൾ. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. പ്രസ്താവന 2 എന്താണെന്ന് നോക്കാം. വില്ലസുകൾ ജലം, ലവണം എന്നിവയുടെ ആഗിരണത്തിന് സഹായിക്കുന്നു, അത് തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. പ്രസ്താവന 1 ശരിയാണ്, പ്രസ്താവന 2 തെറ്റാണ്. 77 2025 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരത്തിന് അർഹരായവരെ കണ്ടെത്തുക എന്നുള്ളതാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആരൊക്കെയാണ്? മേരിൻ ബ്രോഗോവും അതുപോലെ തന്നെ ഫെഡർ റാംഡെൽസലും അതുപോലെ തന്നെ ഷിമോൺ സഗാക്കുച്ചിയുമാണ് വരുന്നത്. വൈദ്യശാസ്ത്രത്തിനുള്ളതാണ്. അപ്പം ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 2ഉം 4ഉം 5ഉമാണ് ആൻസർ ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ 78 ഇസ്രായേൽ പാലസ്തീൻ സംഘർഷ ഘട്ടത്തിൽ ഇസ്രായേലിൽ കുടുങ്ങിയ ഇന്ത്യൻ വംശജരെ സുരക്ഷിതരായി നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഓപ്പറേഷൻ റെസ്ക്യൂ പ്രവർത്തനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ഓപ്പറേഷൻ അജയ് ആണ്. 79 താഴെ പറയുന്ന പ്രസ്താവനകൾ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുകയാണ്. പിന്നെ തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ 1ഉം അതുപോലെ തന്നെ 3ഉമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ. അപ്പോൾ അതുപോലെ തന്നെ 2 ഇന്ത്യയിലെ ട്രാൻസ്ഷിപ്പ് തുറമുഖമാണെന്നുള്ളത് ശരിയാണ്. അതുപോലെ തന്നെ വിഴിഞ്ഞം തുറമുഖം നെയ്യാറ്റിൻകര താലൂക്കിൽ സ്ഥിതി, അതും ശരിയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1ഉം 3ഉമാണ് തെറ്റായിട്ടുള്ളതാണ്. തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്താനാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. 80ാമത്തെ ചോദ്യം, 49ാമത് വയലാർ സാഹിത്യ അവാർഡ് 2025 നേടിയ തപോമയുടെ അച്ഛൻ എന്ന കൃതി രചിച്ചതാരാണ്? നമ്മൾ ഇന്നലെ പറഞ്ഞാണ്. ഓപ്ഷൻ എ ഇ സന്തോഷ് കുമാറാണ്.
ഇനി മാത്സ് ആണ്. മാത്സ് പറഞ്ഞു പോകണം. 81ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, 1 ആണ്. 82ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 3/8 ആണ് വരുന്നത്. 83ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 1/8 ആണ് വരുന്നത്. 84ൻ്റെ ആൻസർ ഓപ്ഷൻ എ 36 ആണ് വരുന്നത്. 85ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി 1/84 ആണ് വരുന്നത്. 86ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി 20%. 87ൻ്റെ ആൻസറും ഓപ്ഷൻ സി 1/2 ആണ് വരുന്നത്. 88ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 1.093 ആണ്. 89ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി 400 ആണ് വരുന്നത്. 90ൻ്റെ ആൻസർ ഓപ്ഷൻ സി 15 സെക്കൻഡും. 91ൻ്റെ ആൻസർ ഓപ്ഷൻ എ 46ഉം. 92ൻ്റെ ആൻസറും ഓപ്ഷൻ എ 40ഉം. അതുപോലെ തന്നെ 93ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി 23ഉമാണ്. 94ാമത്തെ ചോദ്യത്തിന് ആൻസർ വ്യത്യസ്തമായത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി വൃത്തമാണ് വെച്ചിട്ടുള്ളത്. 95ൻ്റെ ആൻസർ ഓപ്ഷൻ സി GTIR ആണ്. 96ൻ്റെ ആൻസർ ഓപ്ഷൻ എ 49 ആണ്. 97ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, 3, 9, 18, 3, 12, 5 ആണ്. 98ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ സി 32 ആണ്. 99ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ 11 ആണ് വരുന്നത്. അതുപോലെ 100ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ഡി 49 ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ഇന്ന് നടന്ന നമ്മുടെ പിയൂൺ, വാച്ച്മാൻ അതുപോലെ തന്നെ ആയ പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഈ പരീക്ഷയെക്കുറിച്ചുള്ള പരീക്ഷ എഴുതിയ കൂട്ടുകാരൊക്കെ അഭിപ്രായങ്ങളൊന്ന് രേഖപ്പെടുത്തും. അതുപോലെ തന്നെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ് ഒക്കെ ഫോളോ ചെയ്യുന്ന കൂട്ടുകാർക്ക് ഇന്നത്തെ പരീക്ഷയിൽ കറണ്ട് അഫയേഴ്സിന് മുഴുവൻ മാർക്കും നേടാൻ സാധിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ അതുപോലെ തന്നെ ഇനി വരുന്ന നിരവധി പരീക്ഷകളാണ് ഇനി വരാനിരിക്കുന്നത്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ വരുന്നുണ്ട്, അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫീസർ വരുന്നുണ്ട്, കമ്പനി ബോർഡ് LGS, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, നിരവധി പരീക്ഷകൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലാസ്സസ് ഒക്കെ ഒന്ന് ഫോളോ ചെയ്യുക. അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ സ്ഥിരമായിട്ട് ഇടുന്നുണ്ട്. കറണ്ട് അഫയേഴ്സ് 2025 എന്ന് പറഞ്ഞ ആ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ് കാണാൻ സാധിക്കുന്നതാണ്. മാക്സിമം അതൊക്കെ ഒന്ന് ഉപയോഗപ്പെടുത്തുക. അപ്പം മാക്സിമം നമ്മളൊന്ന് സപ്പോർട്ടോടെ ചെയ്താൽ നിങ്ങൾക്ക് ആവശ്യത്തിലുള്ള ക്ലാസ്സുകൾ നമ്മൾ യൂട്യൂബ് ചാനലിൽ ഇടുന്നതാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം ഒന്ന് പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുടെ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. ബാക്കിയുള്ള കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ടും ഉടനെ തന്നെ എത്തുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയ്ക്കും പുതിയ ക്ലാസ്സുകൾക്കുമായി ചാനലൊന്ന് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വെക്കുക. താങ്ക് യു.